ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ കിടിലനായിട്ടുള്ള സ്നാക്ക് എന്ന് പറയുന്നത് അടിപൊളി കൊഴുക്കട്ടയാണ് കേട്ടോ. നല്ല പാലക്കാടൻ കൊഴുക്കട്ടയാണ്, നല്ല സോഫ്റ്റ് ആയിട്ട്, അതുപോലെ തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, ആവിയൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിരുന്നു ഈ ഒരു ചൂടുള്ള ഈ ഒരു കൊഴുക്കട്ട. അപ്പോൾ ഈ ഒരു കൊഴുക്കട്ട നമ്മൾ അരിപ്പൊടിയും അതുപോലെ തന്നെ വെല്ലവും തേങ്ങയും കൂടിയിട്ടാണ് കേട്ടോ അതിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊഴുക്കട്ടൻ്റെ ഉള്ളിൽ തേങ്ങയും വെല്ലമാണ് ഉള്ളത്. നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കൂടെ നമ്മൾ വെല്ലം ആയതുകൊണ്ട് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുൻപൊക്കെ ആയിട്ട് നമുക്കിത് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു നാടൻ വിഭവമാണ്. ആവിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഷുഗർ ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ കൂടെ അത് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എണ്ണയോ അങ്ങനെയുള്ള ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോൾ വരുന്നുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മുടെ ഒരു നാടൻ വിഭവമല്ലേ ഗൈസ് ഈ ഒരു കുഴക്കട്ടയും ഇലയടയൊക്കെ. അപ്പോൾ ഈ ഇലയടയും ഈ കുഴക്കട്ടയൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോസൊക്കെ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്നാക്ക് ഉണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റി ആയിരുന്നു. കുഴക്കട്ട ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അവരെല്ലാവരും നമ്മുടെ ചാനൽ വന്നൊന്ന് കമൻ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഈ ഒരു കുഴക്കട്ട ഉണ്ടല്ലോ, നമ്മൾ നന്നായിട്ട് പരത്തി അതിൻ്റെ ഉള്ളിൽ ഈ ഒരു തേങ്ങയും വെല്ലവും ഒക്കെ കൂടിയിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് നമ്മൾ റൗണ്ടിലിങ്ങനെ ആക്കിയിട്ട് അതിന് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി വെച്ച് എടുക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും അറിയും വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ ഒരു നാടൻ ഭക്ഷണം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ തീർച്ചയായും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ സ്ഥിരമായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ആളുകളുണ്ടാവും. നല്ല കിടിലനായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കൊഴുക്കട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.